ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ നൂഡിൽസ്. ഗോതമ്പ് പൊടി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർക്കാൻ വേണ്ടി 2 മുട്ട കൂടി എടുക്കുന്നുണ്ട്. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി 2 മുട്ട കൂടി എടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം മുട്ട. ഇത് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്സ് ആക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി ചൂടാൻ വേണ്ടി കുഴച്ചെടുക്കുന്നില്ലേ, അതേപോലെ നന്നായി കുഴച്ചെടുക്കാം. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി നമുക്കിതിനെ ഒരു തോർത്തിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഡവറയിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ച ചപ്പാത്തിയുടെ മാവെടുത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഇട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് വേണം അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഊറ്റി പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടി പിടിക്കത്തില്ല. പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്നും ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇവ നന്നായി മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. ഇനി നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരിഞ്ഞു വെച്ച ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ വെന്ത ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ച നൂഡിൽസിൻ്റെത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ച മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നൂഡിൽസ് തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.